പൂരങ്ങളുടെ പൂരം എന്നാണല്ലോ പണ്ട് പ്രാഞ്ചിയേട്ടൻ തൃശൂർ പൂരത്തെ പറഞ്ഞിട്ടില്ല. അതുപോലെ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം ഇന്നാണ്. കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് തുടങ്ങിക്കഴിഞ്ഞു. പുലർച്ചെ 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ കണിമംഗലത്ത് നിന്ന് എഴുന്നള്ളിയ ശാസ്താവിത മഞ്ഞും മഴയും വെയിലും ഒന്നും കൊള്ളാതെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് പതുക്കെ എത്തുകയാണ്. മറ്റ് ചെറുപൂരങ്ങളും വടക്കുന്നാഥനെ വണങ്ങാൻ അല്പസമയത്തിനകം എത്തും. 11 മണിയോടെ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ്, 2:30 പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറമേളം, ഇതൊക്കെ നടക്കും. വൈകിട്ട് ചരിത്രപ്രസിദ്ധമായ തെക്കോട്ടിറക്കവും കുടമാറ്റവും. തെക്കേ ഗോപുരനടയിൽ നിന്ന് CV അനുമോദും തെക്കേ ഗോപുരനടയിൽ വടക്കുന്നാഥ സന്നിധിയിലേക്ക് അവരെത്തുമ്പോൾ അവിടെ അനുമോദുണ്ട്, ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, അനുമോദ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി പൂരം. ഇന്നത്തെ ദിവസം നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഘോഷത്തിന്റെ ദിവസമാണ്. അത് കാഴ്ചയുടെ ഉത്സവമാണ്, കേൾവിയുടെ ഉത്സവമാണ്, സൗഹൃദത്തിന്റെ ഉത്സവമാണ്. അങ്ങനെ പൂരം എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ഒരു ഫീസ്റ്റാണെന്ന് പറയാം, ഒരു സദ്യയാണ് കണ്ണിനും കാതിനും മനസ്സിനും ഒക്കെ. അപ്പോൾ തുടക്കം കണിമംഗലം ശാസ്താവ് വെയിലും മഴയൊന്നും കൊള്ളാതെ പുലർച്ചെ തന്നെ എത്തുകയാണ്. ഒരു ജനപങ്കാളിത്തമൊക്കെ എങ്ങനെയുണ്ട്? ഈ സാധാരണ ചെറുപൂരത്തിന്റെ ഒക്കെ കൂടെ ഇത്ര ആളെ ഒന്നും കാണാറില്ല. രാവിലെ അനുമോദ് കാണിച്ചപ്പോൾ തന്നെ എല്ലാ പൂരത്തിന്റെ കൂടെ ഇഷ്ടം പോലെ ആൾക്കാരാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ശ്രീജിത്തെ, നമുക്ക് കണിമംഗലം ശാസ്താവ് കയറി പോകുന്ന വിഷ്വൽ വെച്ച് തന്നെ തുടങ്ങാൻ പറ്റും. അതെ, ഏറ്റവും ഇവിടുത്തെ കാഴ്ച എന്ത് എന്നുള്ള ശ്രീജയുടെ ചോദ്യത്തിനുള്ള നേരിട്ടുള്ള ഉത്തരം ഇതാ. കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുര നട തുറന്നുകൊണ്ട് ഉള്ളിലേക്ക് കയറുന്ന ഏറ്റവും മനോഹരമായ തള്ളി തുറന്നെന്ന് പറയാം. അതെ, തള്ളി തുറന്നുകൊണ്ട് തന്നെ കണിമംഗലം ശാസ്താവ് എത്തുകയാണ്. ചൌപ്പീസ് കുട്ടിശങ്കരൻ എന്ന കരിവീരനൊപ്പം 9 ഗജവീരന്മാരാണ് കണിമംഗലം ശാസ്താവിനൊപ്പം അണിനിരന്ന് ഇവിടേക്ക് എത്തിയത്. അതിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച ഇതാ. കണിമംഗലം ശാസ്താവ് വടക്കുംനാഥനിലേക്ക് കാലെടുത്തു വെക്കുന്നു. പൂരത്തിന് തുടക്കമാവുകയാണ്. 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിന് തുടക്കമാവുകയാണ്. ഇതുവഴി കണിമംഗലം ശാസ്താവ് മാത്രമാണ് വടക്കുന്നാഥ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത്. മറ്റ് ഘടകപൂരങ്ങളൊക്കെ ഇതുവഴി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ബാക്കി കണിമംഗലം ശാസ്താവിന്റെ പ്രത്യേകത അറിയാലോ, നമ്മൾ ഈ സങ്കല്പം ബൃഹസ്പതി സങ്കല്പമാണ്. ദേവഗുരു, അതായത് ഏറ്റവും മുതിർന്ന ആളാണ് എന്നാണ് സങ്കല്പം. അപ്പൊ അദ്ദേഹത്തിന് മാത്രമാണ് ഇതുവഴി കയറിപ്പോകാനുള്ള അവകാശമുള്ളത്. ഈ പൂരത്തിന്റെ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ കാണുമ്പോൾ ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളത്തിനും അതിന്റേതായ നിയമങ്ങളും ചിട്ടകളും ഒക്കെ പറയുമ്പോഴും പ്രതിഷ്ഠാ സങ്കല്പങ്ങൾ കൂടി അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതൊക്കെ ചിട്ടവെടുത്തിരിക്കുന്നത്. അതാണ് കണിമംഗലം ശാസ്താവ് ആദ്യം തന്നെ വെയിലുദിക്കുന്നതിന് മുൻപേ സന്നിധിയിലെത്ത് വടക്കുനാഥനെ കണ്ട് തൊഴുന്നില്ല എന്നാണ്. കാരണം ഗുരുവാണല്ലോ, ഗുരുവിനെ ശിഷ്യനെ കണ്ട് തൊഴേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കണ്ടു മടങ്ങി പോകുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു പൂരത്തിനൊരു അനുമതി കൊടുക്കുന്നത് പോലെയായിരിക്കും. കാരണം ഗുരുസ്ഥാനീയനൊക്കെ ഗുരുസ്ഥാനീയനാകുമ്പോൾ ആദ്യം എത്തുക, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട റോളിലേക്ക് കണിമംഗലം ശാസ്താവ് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കണിമംഗലം ശാസ്താവ് ഇതാ തെക്കേ ഗോപുര നട കടന്ന് ഉള്ളിലേക്ക് പോകുന്നു. അനുമതി, ഇനി 7 ഘടകപൂരങ്ങളുണ്ട് അല്ലെ? ഇനി 7 ഘടകപൂരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഓരോ നിമിഷവും ഓരോ നടകളിലും ഇത്തരം ആഘോഷങ്ങളാണ്. ഈ മറ്റു പൂരങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടേക്ക് എത്തുന്നതിന്റെ ഒരു സമയക്രമത്തിൽ മാത്രമാണ് ഇത്. നമുക്ക് ഇതിന്റെ ഒരു കണക്ക് ഇങ്ങനെയാണ് എന്റെ ചിട്ടം. കണിമംഗലം ശാസ്താവ് പ്രവേശിച്ച പിന്നാലെ പനീകമ്പള്ളി ശാസ്താവാണ് പിന്നീടുള്ളത്. ചെമ്പൂക്കാവ് ഭഗവതി, കാരമുക്ക് ഭഗവതി, ലാലൂർ ഭഗവതി, ചൂരക്കോട്ടുകാവ്. ചൂരക്കോട്ടുകാവിന്റെ ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അതിനിടയ്ക്ക് ചൂരക്കോട്ടുകാവ് പറയുന്നതിന് മുൻപ് ചെമ്പൂക്കാവുണ്ട്. അത് മറന്നൊരു കാര്യം, നമ്മളെ രാമന്റെ വരവാണ്. അതായത് രാമരാജന്റെ വരവാണ്. അതായത് അറിയാം എല്ലാവർക്കും, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വരവാണ്. അപ്പോൾ ചെമ്പൂക്കാവിനൊപ്പം ഒരു വലിയ ആരാധക കൂടി രാവിലെ നമ്മള് ഇന്നലെ മുഴുവൻ പറയുന്നൊരു കാര്യമാണ്. ഈ തെക്കോട്ട് ഉള്ള ഗോപുരനട തുറന്ന് പൂരവിളംബരം നടത്തുന്നത് അതിനു മുമ്പ് ചെറിയൊരു ചടങ്ങായിരുന്നു. ഞാൻ മുമ്പ് പണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ അതൊരു വാർത്തയുടെ ഭാഗമായിട്ട് ഈ നാട്ടുകാരെല്ലാം കൂടും, ചടങ്ങെടുക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ രാമൻ വന്നതിന് ശേഷം രാമൻ ഈ നട തുറന്ന് തുമ്പിക്കൈ പൊക്കി അഭിവാദ്യം ചെയ്ത് ആ പുരുഷാരത്തിന്റെ ഇടയിലേക്ക്, ആരവങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങ് നടന്നിറങ്ങുമ്പോൾ അത് വല്ലാത്തൊരു വിഷ്വൽ, എന്താ പറയാ, അത്രയും ഒരു വൈകാരികമായൊരു നിമിഷമാണ് ആരാധകരെ സംബന്ധിച്ച്. അപ്പൊ അന്ന് മുതലാണ് ഈ പൂരവിളംബരം. ഇന്നലെ ഇവിടെ സംസാരിച്ച കൂട്ടത്തിലെ ഇവിടെ നമ്മൾ ഒരുപാട് പൂരപ്രേമികളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടി പോലും പറഞ്ഞത് രാമൻ 60 വയസ്സുണ്ട് എന്നുള്ളതാണ്. അതായത് എനിക്കറിയില്ല അതിന്റെ കൃത്യമായ വിവരം, പക്ഷേ ഈ പ്രായത്തിലും രാമനാണ് ഇവിടുത്തെ താരം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെമ്പുക്കാവ് ഭഗവതിയുടെ
എഴുന്നള്ളത്തെന്ന് പറഞ്ഞ ഒരു ആഘോഷവും മാത്രമല്ല, എനിക്കൊന്നും കഴിഞ്ഞ കുറെ പൂരങ്ങളിലെ ഈ രാമനില്ലാത്ത ചില പൂരങ്ങൾ ഉണ്ടാവുമല്ലോ, രാമനില്ലാത്ത പൂരത്തിന് രാമന് വേണ്ടിയുള്ള ക്യാമ്പയിനിലെ എന്തൊക്കെയാണ് 2016 നമ്മളത് ഏറ്റവും മുതൽ അതിനുശേഷം കോടതിയുടെ ഒരു നിയന്ത്രണമൊക്കെ വന്ന് എനിക്ക് ഓർമ്മയുണ്ട് 2021 തോന്നുന്നു, 2021 തോന്നുന്നു. അതുവരെ ഈ രാമനെ എഴുന്നള്ളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടാവുന്നു. അതിനെതിരെ അപ്പീൽ പോകുന്നു. തുടർന്ന് അവസാന നിമിഷമാണ് അനുമതി കിട്ടുന്നത്. അന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെയാണ് രാമൻ വന്നിറങ്ങുന്നത്. അതിന്റെ ഒരു വിഷ്വൽ എൻഹാൻസ്മെന്റ് ഭയങ്കരമായിരുന്നു. ആളുകളൊക്കെ ഈ ആന ഇറങ്ങുന്നത് മുതൽ മൊബൈൽ എടുത്ത് എന്തു പറയാ, തെക്കോട്ടിറക്കത്തിനുള്ള ആളൊന്നും ആയിരുന്നില്ല അന്നുണ്ടായിരുന്നത്. അന്ന് ആയിരുന്നു ശരിക്കും ഈ തെക്കേ ഗോപുരനട തുറക്കുന്നതിന്റെ ഒരു ഇത്രയും ജനകീയമാവുന്ന ഒരു കാഴ്ച കണ്ടത്. അത് ഇന്നലെ എല്ലാവരും ഒരേപോലെ പറയുന്നുണ്ട്. ഈ തെക്കേ ഗോപുര നട തുറക്കുന്ന നെയ്തലക്കാലം അമ്മയുടെ ആ ചടങ്ങ് അത് വലിയ ജനകീയമാകുന്നതിൽ രാമന്റെ പങ്ക് വളരെ പ്രധാനമായിട്ട് എടുത്തു പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ പൂരത്തിൽ ഈ രാമനെ കുറിച്ചുള്ള വികാരം പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഇവിടെ എത്തുന്ന പൂരപ്രേമികളെ സംബന്ധിച്ചുള്ള ഒരു വികാരം ഉണ്ടല്ലോ. അത് ഒരുപക്ഷെ നമുക്ക് പറഞ്ഞ് ഈ നമ്മുടെ വർത്തമാനത്തിലൂടെയോ അല്ലെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ മാത്രം കാണിച്ചുകൊണ്ടോ ഒന്നും നമുക്ക് അതിനൊക്കെ പരിമിതമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരുപാട് ആളുകൾ എത്തി. അത് സ്ഥിരം നടക്കുന്നവരല്ലോ ഇവിടെ. അതിന് പൂരം ഞാൻ 2 ദിവസം അവർക്ക് ഒഴിച്ചു കൊടുക്കും. ബാക്കി ദിവസങ്ങളിൽ ഞങ്ങൾ സ്ഥിരം ഇതുവഴിയൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. കാലങ്ങളായിട്ടുള്ളതല്ലേ. പൂരം ഇത് കാണും. പിന്നെ കുടമാറ്റം കുറച്ചു നേരം കാണും. ഫയർ വർക്സ് രാത്രിയുള്ളത് ഇതിന്റെ ഭാഗമായി പരിസരത്തുള്ളവരാണൊക്കെ ഞങ്ങൾക്ക് നടക്കാൻ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെയുണ്ട്. എന്തായാലും കുഴപ്പമില്ല, എൻജോയ് ചെയ്യല്ലേ. പിന്നെ ഒരുപാട് ആളുകൾ ആസ്വദിക്കുകയാണ് തൃശ്ശൂരിലേക്ക് വരികയാണ്. അപ്പോൾ അവർക്കെല്ലാം സൗകര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്തം അതുണ്ട്. അഡ്ജസ്റ്റ് കൂടെ കണ്ടേ. നിങ്ങളെയൊക്കെ സംബന്ധിച്ച് പൂരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു അന്ന് ഏറ്റവും വലിയ ഏറ്റവും രസമായിട്ടുള്ള കുടമാറ്റം തന്നെ ഒരു മെയിൻ. പിന്നെ ഓഫ്കോഴ്സ് ഫയർ വർക്സ് മെയിൻ ചടങ്ങുകൾ. മേളുണ്ട്. തിരുവമ്പാടി ഇപ്പൊ ഇറങ്ങുവിടുന്ന് മടത്തിലേക്കുള്ള വരവ് ഒന്നും ആരും മാറ്റിവെക്കില്ല. നമ്മൾ മേളമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മേളമാണ്. 70 കൊല്ലം കണ്ടുകൊണ്ടിരിക്കണല്ലേ. എന്തായാലും ഇങ്ങനെയാണ് ഓരോ മനുഷ്യരുടെയും അഭിപ്രായം. ഇവിടെ രാവിലെ തന്നെ ആളുകൾ ഓരോ നടയിലായിരിക്കും ആളുകൾ ഉണ്ടാവുക. കളിമംഗലം ശാസ്താവിന്റെ കൂടെ എന്താണ് കളിമംഗലക്കാർക്ക് പറയാനുള്ളത്? അല്ല, കളിമംഗലം ശാസ്താവാണ് ഇപ്പൊ ഈ പൂരത്തിൽ ആദ്യമായിട്ട് എത്തുന്ന ചെറുപൂരം. അതുകൊണ്ട് തന്നെ അതെ ശാസ്താവിന്റെ കൂടെ വരാറുണ്ട്. ഞാൻ ഇക്കുറി കണിമംഗലം ശാസ്താവിനെ കുറച്ചു ദൂരം ഞാൻ നടന്നിരുന്നു. സാധാരണ ഇത്രയധികം ജനാവലിയൊന്നും എഴുന്നള്ളത്തിന് കൂടെ ഉണ്ടാവാറില്ല. ഇന്ന് ആള് കൂടുതലുണ്ടോ? അത് ഓരോ വർഷം കൂടുന്ന ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വർഷം കഴിയുന്നവരും അതിനുള്ള ഒരു ആവേശം പൂരാവേശം എല്ലാം കൂടി വരുന്നുണ്ട്. നമുക്കൊരു പ്രത്യേക അഭിമാനം ഉണ്ടാവൂലേ? ആദ്യം കണിമംഗലത്ത് നിന്നുള്ള ഒരു ഗുരു വരുന്നു. അതിന്റെ അതൊരു അഭിമാനമാണ്. ഇനി എന്തൊക്കെയാ നിങ്ങളുടെ പരിപാടി? എന്തൊക്കെയാ ഇവിടെ ഒരാൾ രണ്ടുപേരും പൂരം ആഘോഷിക്കാല്ലേ? ആദ്യമായിട്ടാണ്. അമ്മയും ആദ്യമായിട്ടാണോ രാവിലോട്ട് വരുന്നത്? ഫുൾ ടൈം കാണാൻ എവിടെയാ സ്ഥലം? ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ്, കണിമംഗലം തന്നെയാണ്. മുഴുവൻ പരിപാടിയിൽ സാധാരണ പങ്കെടുക്കാറില്ല. എന്താണ് ഇനി ഇതെല്ലാം കണ്ട് നിൽക്കുമോ അതോ ശാസ്താവിന്റെ കൂട്ടത്തില്? ഇല്ലില്ല, എല്ലാ പൂരവും കണ്ടിട്ട്. എന്തൊക്കെയാ മോളുടെ ഇഷ്ടങ്ങള്? എന്ത് കാണാനാണ്? മേളമാണോ ആനയെ കാണാനാണോ? എല്ലാം പൂരം തന്നെ കാണാൻ. ഏതായാലും അങ്ങനെയാണ് ഓരോ ഈ ശ്രീദേവ് ഞാൻ പറഞ്ഞു, ഓരോ ആളുകൾക്ക് ഓരോ ഇഷ്ടങ്ങളാണ്, ഓരോ താല്പര്യങ്ങളാണ്. ചിലർക്ക് ഈ ആനയെ കാണാൻ വേണ്ടി മാത്രം നിൽക്കുന്നുണ്ടാവും. ഇന്നലെ ഇപ്പോ നമ്മൾ ആ കൊക്കർണിപ്പറമ്പിൽ നിൽക്കുമ്പോ ഈ ആനകളെയൊക്കെ കുളിപ്പിച്ച് കറുപ്പിച്ച് സുന്ദരന്മാരാക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അത് കാണാൻ വേണ്ടി മാത്രം ആൾക്കാർ. കാരണം ഈ ആന തലയെ കെട്ടും മറ്റേ ചങ്ങലകളൊന്നും ഇല്ലാതെ അതിന്റെ ഒരു ശരിക്കുള്ള ഭംഗിയിൽ കാണുക എന്നുള്ളത് ഈ പൂരത്തിന്റെ തലേ ദിവസത്തെ പരിശോധന സമയത്താണ്. അത് കാണാൻ വേണ്ടി മാത്രം ആൾക്കാർ വന്ന് നിൽക്കും. ചില ആൾക്കാർക്ക് വാദ്യഘോഷങ്ങൾ ആസ്വാദനമാവും, ചില ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ കുടമാറ്റത്തിലേക്കായിരിക്കും. അപ്പൊ ഓരോരുത്തർക്കും വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ പൂരത്തിന്റെ അതായത് ഇതിനോടെങ്കിലും മാത്രമായ ഒരു താല്പര്യമില്ല. ഇപ്പൊ പലരും നേരത്തെ സംസാരിച്ച ചേട്ടനല്ലേ, മേളം കാണണം, പിന്നെ ആനയെ കാണണം, എല്ലാം ഉണ്ട്. ഓരോരുത്തർക്കും ചിലതിനോടൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാകും എന്ന് മാത്രമേ. ഒരു സുന്ദരിക്കുട്ടിയായിട്ട് ഒരു ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് മോളൂസേ, ആനയെ കണ്ടോ? ആനയെ കണ്ടോ? എന്താ വാവുക്കുട്ടന്റെ പേര്? പേരെന്താ? പേര് പറയും. പേര് മറന്നുപോയോ? ആമി പറയും. സൂപ്പർ പേരാണല്ലോ. ഏത് ആനയെ കണ്ടേ? ആനയെ കണ്ടോ?
എത്ര ആന ഉണ്ടായിരുന്നു? രണ്ടാനെ കണ്ടല്ലേ? വേറെ ഇപ്പൊ ആരാ പോയത്? കണിമംഗല ശാസ്താവാണോ? അറിയോ അതൊക്കെ? അച്ഛൻ പറഞ്ഞു തന്നോ? നാണം വന്നു. ആനനെ കാണാൻ പോ നമുക്ക്, പൂരത്തിന് പോവാ. ഈ ആനയോടൊക്കെയാണോ? ഞാൻ തൃശ്ശൂരിന് അമ്മാടം എന്ന് പറയും. എല്ലാ കൊല്ലം വരും. എന്താണ് മോളെ എല്ലാ കൊല്ലവും വരുന്നതാണോ? ഇല്ല ആദ്യമായിട്ടാണ് പകല് വരുന്നത്. ഇങ്ങനെയാണ് ഞങ്ങള് സാധാരണ തൃശ്ശൂരുകാര് പകൽ പൂരത്തിനാണ്, നാളത്തെ പൂരത്തിനാണ് ഫാമിലിയൊക്കെ വരാറുള്ളത്. ഇതൊക്കെയാ മോള് കാണാൻ ഇഷ്ടപ്പെടുന്നത്? ഈ തിരക്കൊന്ന് തുടങ്ങണൊക്കെ മുന്നേ പിള്ളേരൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കുക, കിടകൂരകളൊക്കെ ഒന്ന് കാണിക്കാന്നുള്ളതാണ്. പിന്നെ മോക്ക് എന്തൊക്കെയാ ഇഷ്ടം കാണാൻ? കുടമാറ്റം കാണാൻ. പിന്നെ ലാസ്റ്റ് രണ്ടാനയും കൂടിയും അന്നാള് ഇതൊക്കെ പറഞ്ഞു കൊടുത്തായിരിക്കും അല്ലേ? അറിയാം. അതെ, എന്താന്ന് വെച്ചാൽ ശ്രീജിത്ത്, നമ്മളൊരു സംസ്കാരം കൂടിയാണല്ലോ പൂരം. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോ തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കതൊരു ചിരപരിചിതമാവുന്ന ഒരു സാഹചര്യം തീർക്കുക എന്നുള്ളത് കൂടിയുണ്ട് അല്ലേ? അതെ നമ്മുടെ സംസ്കാരത്തിലേക്ക് ഭാഗമാണല്ലോ ഇതൊക്കെ. അച്ഛൻ സമ്മാനഫലമായി തന്നോ ആമിക്കുട്ടി? മേടിക്കാൻ പോകണല്ലോ, ബലൂണൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ വാങ്ങണേ? ബലൂണ് വാങ്ങണോ? എത്ര വേണം? ഒന്ന് മതിയോ? ഒരു പാട്ട് പാടി കൊടുത്തേ. പാട്ട് പാടും? എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് മതി. പാട്ട് പാടിയാൽ അച്ഛൻ ഒരു ബലൂണോട് മേടിച്ചു തരും. ആണോ? ഒന്ന് പാടിക്കേ. എന്നെ നോക്കണോ? മൂട് വരണേ. ഏത് പാട്ട്? പാട്ടൊക്കെ പാടും, പക്ഷെ മൂട് വരണ ആൾക്ക്. എന്നാ പിന്നെ പാട്ട് പഠിച്ചു വെക്കേ, അപ്പോഴേക്കും മാമന്മാര് വരാം.